മാർത്താണ്ഡത്തെ കരിങ്കൽ ബethlehem നഴ്സിംഗ് കോളേജിൽ നെയ്യാറ്റിങ്കര സ്വദേശിനി അൻസിജി ജീവനൊടുക്കിയ സംഭവത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഷീജ അറസ്റ്റിൽ. ഹുസൂറിൽ നിന്ന് തമിഴ്നാട് സ്പെഷ്യൽ ടീമാണ് ഇവരെ പിടികൂടിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് പ്രിൻസിപ്പാളിനെ അറസ്റ്റ് ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ മോഹനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അരുൺ, ഈ കേസുമായി ബന്ധപ്പെട്ട് കോളേജ് പ്രിൻസിപ്പൽ ഒളിവിലായിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് കണ്ടെത്താൻ സാധിച്ചത്. മാനസികമായി പീഡനം ചെയ്തു എന്നതിനെ ചൊല്ലിയാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിലുള്ള തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും അരുൺ? മാർത്താണ്ഡത്തെ ഈ പറയുന്ന കുട്ടിയുടെ മരണത്തെ തുടർന്ന് വളരെ കോളിളക്കം തന്നെയാണ് സൃഷ്ടിച്ചിരുന്നത്. കാരണം കുട്ടി നേരിട്ടത് മാനസികമായ പീഡനം, അധ്യാപകരിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരിൽ നിന്നുണ്ടായിരുന്ന മാനസികമായ പീഡനമാണ് ഈ ഒരു മരണത്തിലേക്ക് കലാശിച്ചെന്നുള്ള ആരോപണം കുടുംബവും ഒപ്പം സഹപാഠികളും ഉയർത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് നിരവധി സമരങ്ങൾ ഈ പറയുന്ന കോളേജിന്റെ മുന്നിൽ തന്നെ വിദ്യാർത്ഥികൾ നടത്തിയ ഒരു സാഹചര്യം കാണാൻ കഴിഞ്ഞു. അത് പോലീസ് മർദ്ദനം വരെ ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം കുട്ടികൾക്കുണ്ടായി. കഴിഞ്ഞ 15-ാം തീയതിയായിരുന്നു ഈ പറയുന്ന ഈ സംഭവങ്ങൾക്കൊക്കെ തുടക്കം. കുട്ടി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി നിലയിൽ കാണുന്നതും ഒപ്പം തുടർന്ന് മരണത്തിന് കീഴടങ്ങുന്നതും. തുടർന്ന് നടത്തിയ സമരത്തിലായിരുന്നു പോലീസ് ഇവർക്കൊരു വാക്ക് നൽകുന്നു. ഇതിന് ആരോപണവിധേയരായ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കാമെന്ന ഉറപ്പിന്മേൽ ആയിരുന്നു കഴിഞ്ഞ ദിവസം സമരം അവസാനിപ്പിച്ചത്. ഈ പറയുന്ന കോളേജിലെ പ്രിൻസിപ്പൽ ഷീജയെയാണ് ഈ ഗുസൂറിൽ നിന്ന് ഈ പറയുന്ന സ്പെഷ്യൽ സംഘം പിടികൂടുന്നതും ഇവരിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു. പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ മൊഴിയെടുത്തതിന് ശേഷം മറ്റ് പ്രതികളെ ഉൾപ്പെടുത്തുന്ന കാര്യം തീർച്ചയായും ചിന്തിക്കും. ഈ വരുന്ന 28-ാം തീയതി അധ്യാപകരെയും അനധ്യാപകരെയും രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും ചേർന്നുകൊണ്ടൊരു ഒരു പൊതുയോഗം മാനേജ്മെന്റ് ഭാഗത്ത് കോളേജിൽ വിളിച്ചിട്ടുണ്ട്. പോലീസ് ഉൾപ്പെടെ അതിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കും ആ ഒരു ചർച്ച നടക്കുക. അതിൽ നിന്ന് ഉയർന്ന അടിസ്ഥാനത്തിൽ മറ്റ് പ്രതികളുണ്ടെങ്കിൽ അതിനെ തീർച്ചയായും അത് ചർച്ച ചെയ്യാമെന്നുള്ളൊരു ഉറപ്പ് പോലീസാണ് കൊടുത്തത്. കന്യാകുമാരി SP സ്റ്റാലിനാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വാക്ക് കൊടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ ഈ പ്രക്ഷോഭ പരിപാടിയിൽ നിന്ന് കുട്ടികൾ മാറുന്നത്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി കത്തിപ്പാറയിലുള്ള കുടുംബ വീട്ടിലെ കുടുംബ കല്ലറയിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി. നൂറുകണക്കിന് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഒക്കെയും മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തൊരു സാഹചര്യവും ഉണ്ടായി. ശരി, അരുൺ മോഹനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.